നമസ്കാരം, ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്ത്. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മാർസ് റിഗ്ലി വിതരണ വ്യാപാരികളുടെ യോഗം കൊല്ലം അഷ്ടമുടി കായലിൽ ഹൗസ് ബോട്ടിൽ ഞായറാഴ്ച കൂടുകയുണ്ടായി. ശ്രീ നിസാമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീ സൂരജ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് AKDA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുജീബുർ റഹ്മാൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. ഇന്ന് വിതരണ വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുവാൻ സംഘടന കൈക്കൊള്ളുന്ന നടപടികളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു. തുടർന്ന് സംസാരിച്ച AKDA സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിനു മഞ്ഞളി, ഇത്തരം കൂട്ടായ്മകളിലൂടെ അംഗങ്ങൾക്കിടയിലെ പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നും കമ്പനികളുടെ ഭിന്നിച്ചു ഭരിക്കുക എന്ന നയത്തെ നേരിടുവാൻ ഇതാണ് മാർഗമെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. തുടർന്ന് സംസാരിച്ച AKDA സംസ്ഥാന ട്രഷറർ ശ്രീ വത്സൻ മേനോൻ സ്വന്തം പാളയത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കേണ്ടതിനെക്കുറിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ടത് വിതരണ വ്യാപാര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഊന്നിപ്പറയുകയുണ്ടായി. AKDA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരി, മാമി പോക്കോ, പാർലെ, ആഗ്രോ എന്നീ കമ്പനികൾ വിതരണ വ്യാപാരികളുടെ മാർജിൻ കുറച്ച നടപടിയെ സംഘടന ഒറ്റക്കെട്ടായി എങ്ങനെ പ്രതിരോധിച്ചു എന്ന് വിശദീകരിക്കുകയുണ്ടായി. ഈ കമ്പനികളുടെ വിതരണ വ്യാപാരികൾ സംഘടനയുടെ കൊടിക്കീഴിൽ ഒറ്റക്കെട്ടായി നിന്നതാണ് ഈ നേട്ടത്തിന് കാരണമായതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മോഹനകുമാർ അന്നുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ച കേരളത്തിലെ ഓരോ ജില്ലയിലെയും വിതരണ വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിനും സഹായകരമായി. കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഫെബ്രുവരി 12 ബുധനാഴ്ച കമ്പനി ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അവതരിപ്പിച്ച് പരിഹാരം കാണുവാൻ ശ്രമിക്കാമെന്നും സംസ്ഥാന പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. സംഘടനയുടെ ശക്തമായ ഇടപെടൽ മൂലം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കുറവിന് സ്റ്റോക്ക് വരുന്നത് ഒരു പരിധിവരെ തടയുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റിനോടുള്ള നന്ദിയും കടപ്പാടും അംഗങ്ങൾ രേഖപ്പെടുത്തി. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിന് ശേഷം ശ്രീ ഗോപാലകൃഷ്ണൻ്റെ മകൾ ഗായത്രിയും കോട്ടയത്തു നിന്നുള്ള ബോബിയും അവതരിപ്പിച്ച കരോക്കെ ഗാനമേള എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവമായി. കോട്ടയം ചാക്കോച്ചനും കൂട്ടരും പരിപാടി ഗംഭീരമാക്കി. ഈ പരിപാടിയിൽ പങ്കെടുത്ത അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം പരിപാടിയുടെ മാറ്റുകൂട്ടിയെന്നത് എടുത്തു പറയേണ്ടതാണ്. ബിജു മാധവിൻ്റെ നന്ദി പ്രകാശനത്തോടുകൂടി 3 മാസത്തിലൊരിക്കൽ ഇനിയും ഒത്തുകൂടാൻ തീരുമാനിച്ചുകൊണ്ട് യോഗ നടപടികൾ അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.